Dear students, welcome back to international trade. In the last classes of international trade, we have discussed about the different theories of international trade. Okay, ഒരു ഭാഗവുമായിട്ട് ഒരു സെഷനോട് കൂടിയിട്ട് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ. അപ്പോൾ എന്താണ് ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാം. It is also known as the export multiplier. It operates like the investment multiplier of gains. Okay, here foreign trade multiplier, or it is also known as the export multiplier. Then it may be defined as the amount by which national income of a country will be raised by a unit increase in the domestic investment on exports. Okay, that is the definition for foreign trade multiplier. Is defined as the amount which the national income of a country will be raised by a unit increase in domestic investment on exports. അതായത് യൂണിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ എക്സ്പോർട്സിൽ ഉണ്ടാകുന്ന വർധനവ് കൊണ്ട് അവിടെ ആ ഒരു രാഷ്ട്രത്തിൻ്റെ ഈ നാഷണൽ ഇൻകത്തിലുണ്ടാകുന്ന വർധനവ് കാണിക്കുന്നതാണെന്ന് പറയുന്നത് ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, as export increase, there is an increase in the income of all persons associated with the export industries. എക്സ്പോർട്ട് ഇൻഡസ്ട്രീസ് എടുത്ത് നോക്കുന്ന സമയത്ത് ആ ഒരു കൺട്രിയുടെ എക്സ്പോർട്ട് വർദ്ധിക്കുകയാണ്, കയറ്റുമതിയിൽ വർധനവ് ഉണ്ടാവുകയാണ്. കയറ്റുമതിയിൽ വർധനവ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്, ദാറ്റ് ഈസ് ഇൻകം ഓഫ് ഓൾ പേഴ്സൺസ് ആസ് ഇൻക്രീസ്ഡ്. ഓക്കെ, ഇറ്റ് ക്രിയേറ്റ്സ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. അപ്പോൾ ഇവിടെ ഇൻകം വർദ്ധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഡിമാൻഡ് വർദ്ധിക്കുന്നതിന് കാരണമാവുന്നുണ്ട് അല്ലേ. ഈ ഒരു ഡിമാൻഡ് ഉണ്ടാവുന്ന വർധനവ് എന്തിനെ ആശ്രയിച്ചിരിക്കും? ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആൻഡ് ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട്, ദാറ്റ് ഈസ് MPS ആൻഡ് MPM. The smaller these two marginal propensities are, the larger will be the value of multiplier and vice versa. Okay, അപ്പോൾ ഈ ഒരു മാർജിനൽ പ്രൊപ്പൻസിറ്റീസിൻ്റെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ മൾട്ടിപ്ലയർ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് ഇൻകം ലെവൽ വളരെയധികം കൂടുതലായിരിക്കും. അതേസമയം ഇതിൻ്റെ ഈ ഒരു മാർജിനൽ പ്രൊപ്പൻസിറ്റീസ് കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ്, the value of multiplier will be high. Then suppose the export of the country increase, the exporters will sell their products to foreign countries and receive more income. In order to meet the foreign demand, they will engage more factors of production to produce more. Okay, അപ്പോൾ ഇത്തരത്തിൽ എക്സ്പോർട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്, ഈ ഒരു ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇൻകം വർദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ അവരെന്താണ് കൂടുതലായിട്ട് they will engage more factors of production to produce more. കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവും. ദിസ് വിൽ റൈസ് ദ ഇൻകം ഓഫ് ദ ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും എന്താണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചെയ്യുന്ന കൺട്രീസിന്റെ ഇൻകം വർദ്ധിക്കുകയും ചെയ്യും. ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ ആൻഡ് ദ നാഷണൽ ഇൻകം ഇൻക്രീസസ് ബൈ ദ വാല്യൂ ഓഫ് ദ മണി. ഇത്തരത്തിൽ ഈ ഒരു പ്രോസസ്സ് കുറേ കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ടോട്ടൽ ഇൻകം ഓഫ് ഓൾ ദ എക്കണോമീസ് വിൽ ഇൻക്രീസസ്. ദർ ഈസ് എ മൾട്ടിപ്ലയർ എഫക്റ്റ്. ഓക്കെ, ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് MPS ആൻഡ് MPM. അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവിൻ്റെയും അതുപോലെ തന്നെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ടിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മൾട്ടിപ്ലയർ വാല്യൂ നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, ദ നാഷണൽ ഇൻകം ഓഫ് എൻ ഓപ്പൺ എക്കണോമീസ്, നമുക്ക് അറിയാൻ സാധിക്കും ഒരു ഓപ്പൺ എക്കണോമിയുടെ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് Y = C + I + X - M എന്ന് പറയുന്നത്. ഓക്കെ, we already know that Y is the national income, C is the consumption expenditure and I is the investment expenditure, X is the export earnings and M is the imports. ഓക്കെ, അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫോറിനിലേക്ക് കറൻസീസിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് ആണ് അവിടെ നടക്കുന്നത്. ദാറ്റ് ഈസ് -M. ഇറ്റ് ക്യാൻ ബി സോൾവ്ഡ് ആസ് Y - C = I + X - M. ഓക്കെ, ഇൻകത്തിൽ നിന്ന് കൺസംഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ആയിട്ട് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് എക്സ്പോർട്ട് മൈനസ് M എന്നുള്ളത് കിട്ടും. ഓർ S = സേവിങ്സ് I + X - M. That is already we know that S = Y - C അല്ലേ. Y - C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സേവിങ്സിനോട് തുല്യം. ഇൻകത്തിൽ നിന്ന് കൺസംഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സ് കിട്ടും. സോ സേവിങ്സ് = I + X - M. സോ S plus M is equal to എന്താണ്, that is equal to I plus X. S എന്ന് പറയുന്നത് that is total savings plus imports, that is equal to investment expenditure plus exports. Then
Thus, at equilibrium levels of income, the sum of savings and imports, that is S plus M, must be equal to sum of investment and export. അപ്പോൾ equilibrium level of income എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Savings plus imports must be equal to investment plus exports. In an open economy, the investment component is divided into domestic investment and foreign investment. നമുക്ക് സാധാരണയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അല്ലെ, ഒരു ഓപ്പൺ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്സും ഉണ്ടാകും, അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സും. ഈ ഒരു ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ഫോറിനിൽ പോയിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നതിനാണ് ദാറ്റ് ഈസ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഐ ഈസ് ഈക്വൽ ടു യെസ്. സോ ഐ ഡി പ്ലസ് ഐ എഫ് ഇസ് ഈക്വൽ ടു യെസ്. നമുക്ക് ഈ ഒരു സേവിങ്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഇൻവെസ്റ്റ്മെന്റ്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. IF is the difference between exports and imports of goods and services. Okay, IF എന്ന് പറയുന്നത് that is foreign investment ആണ്. It is the difference between exports and imports of goods and services. And IF is equal to X minus M. That is the second equation. When substituting the second equation into 1, we get ID is plus X minus M is equal to S. Investment is equal to savings എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റുന്ന സമയത്ത് എന്താ? ID plus X minus M. X minus M is IF, that is equal to S. Or ID plus X is equal to S plus M, which is the equilibrium condition of national income in an open economy. അപ്പോൾ ഓപ്പൺ എക്കണോമിക്കകത്ത് ഐ ഡി പ്ലസ് എക്സ്, ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് എക്സ്പോർട്ടിനോട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് എം. എസ് എന്ന് പറയുന്നത് സേവിങ്സ് ആണ്, എം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിനോട് തുല്യമാകുമ്പോഴാണ് അവിടെ ഒരു ഓപ്പൺ എക്കണോമി ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. ഓക്കെ, ദ ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ കോഎഫിഷ്യൻ്റ് ഈസ്, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ കോഎഫിഷ്യൻ്റ് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് കെ എഫ്. കെ എഫ് ഈസ് ദ ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. സോ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് പ്ലസ് ഡെൽറ്റ എം. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ് സേവിങ്സ് ആണ്, ദെൻ പ്ലസ് ഡെൽറ്റ എം ദാറ്റ് ഈസ് ചേഞ്ചിങ് ഇമ്പോർട്ട്സ്. ഓക്കെ, ഹിയർ ഡെൽറ്റ ഐ ഡി ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് 0 ആണ്. ഒരു തരത്തിലുള്ള ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടക്കുന്നില്ല എന്നുള്ളത് കൺസിഡർ ചെയ്യാം. ദെൻ ഡിവൈഡിങ് ബോത്ത് സൈഡ് ബൈ ഡെൽറ്റ വൈ വി ഗെറ്റ്, രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു? ഡെൽറ്റ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് പ്ലസ് ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഓക്കെ, ഡെൽറ്റ എസ് പ്ലസ് ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു, or delta y by delta x is equal to delta y divided by delta s plus delta m. Okay, so foreign trade multiplier that is equal to എന്ത് കിട്ടും? delta y by delta x is the foreign trade multiplier, so that is equal to delta y divided by delta s plus delta m. Okay, so foreign trade multiplier that is also is equal to 1 divided by delta s divided by delta y plus delta m divided by delta y. So kf samam 1 by mps plus mpm. We already know that delta s by delta y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? that is marginal propensity to save, that is equal to delta m divided by delta y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? marginal propensity to import. Okay, so foreign trade multiplier is equal to 1 by marginal propensity to save plus marginal propensity to import. Okay, that is the algebraic explanation of this foreign trade multiplier. Okay, ഇത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാം. that is foreign trade multiplier is equal to 1 by mps plus mpm. Okay, ഈ ഒരു foreign trade multiplierന്റെ ബാക്കിയുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡയഗ്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ foreign trade multiplier എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ആ ഒരു ഫോർമുല ഡിറൈവ് ചെയ്ത് വരുന്നത് എന്നുള്ളതും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് today's class. We will meet in the next class with the diagrammatical representation of this foreign trade multiplier. Stay home, stay safe and happy learning. Thank you.